കണ്ണൂർ ജില്ലയിലെ പ്രസിദ്ധമായ കൊട്ടിയൂർ ശിവക്ഷേത്രത്തിൽ വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന വൈശാഖ മഹോത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഭക്തി നിർഭരവുമായ ആചാരങ്ങളിലൊന്നാണ് അക്കരെ കൊട്ടിയൂരിലെ ശീവേലി. സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അക്കരെ കൊട്ടിയൂരിൽ ശീവേലി സമയത്ത് എഴുന്നള്ളിക്കുന്നത് ഭഗവതിയുടെ വിഗ്രഹമാണ്. ഈ ബിംബമല്ലാതെ മറ്റ് വിഗ്രഹങ്ങളൊന്നും അക്കരെ സന്നിധാനത്ത് ഉണ്ടാകാറില്ല. വൈശാഖ മഹോത്സവ നാളുകളിൽ ഗജവീരന്മാരുടെ അകമ്പടിയോടെയാണ് ഈ ശീവേലി എഴുന്നള്ളിപ്പ് നടക്കുക. വർഷത്തിൽ 28 ദിവസം മാത്രം ഇടവത്തിലെ ചോതി നക്ഷത്രം മുതൽ മിഥുനത്തിലെ ചിത്തിര നക്ഷത്രം വരെയുള്ള 27 അല്ലെങ്കിൽ 28 ദിവസത്തെ ഉത്സവകാലത്ത് മാത്രമേ അക്കരെ കൊട്ടിയൂർ ക്ഷേത്രം തുറക്കുകയും ഈ ശീവേലി ചടങ്ങുകൾ നടക്കുകയുമുള്ളൂ. വർഷത്തിലെ ബാക്കി 11 മാസവും ഈ പ്രദേശം കാടായി മൂടിക്കിടക്കും. ദക്ഷയാഗം നടന്ന ഭൂമിയെന്ന് വിശ്വസിക്കപ്പെടുന്ന ഇവിടത്തെ തിരുവഞ്ചിറ എന്ന പുഴയുടെ നടുവിലുള്ള മണിത്തറയിലാണ് സ്വയംഭൂ ശിവലിംഗമുള്ളത്. അതിനടുത്തുള്ള വാളറയിലും അമ്മാറക്കല്ലിലുമായാണ് ശീവേലി ചടങ്ങുകളുമായി ബന്ധപ്പെട്ട പൂജകൾ നടക്കുന്നത്. ശീവേലിയുടെ ഭാഗമായി ഭഗവാന് നിവേദിച്ച നെയ്യ് ചേർത്ത ചോറ് ഭക്ഷിക്കാനായി ആനകൾ എത്തുന്നതും ഇവിടത്തെ ഒരു പ്രത്യേക കാഴ്ചയാണ്. ഹിന്ദു ക്ഷേത്രങ്ങളിൽ പ്രധാന ദേവതയുടെ തിടമ്പ് എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിലെ ഉപദേവതകൾക്കും ഭൂതഗണങ്ങൾക്കും നിവേദ്യം സമർപ്പിക്കുന്ന പ്രധാന നിത്യകർമ്മമാണ് ശീവേലി. സാധാരണയായി രാവിലെയും രാത്രിയുമാണ് ശീവേലി ചടങ്ങ് നടക്കുന്നത്. ശ്രീകോവിലിലെ പ്രധാന വിഗ്രഹത്തിന് പകരമായി പ്രത്യേകം തയ്യാറാക്കിയ ശീവേലി വിഗ്രഹമാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. കീഴ്ശാന്തി തിടമ്പേന്തി ക്ഷേത്രത്തിന് 3 തവണ പ്രദക്ഷിണം വയ്ക്കുന്നു. ഈ സമയത്ത് വാദ്യമേളങ്ങളും വെഞ്ചാമരവും ഉണ്ടാവും. ബലിക്കല്ലുകളിൽ നിവേദ്യം അർപ്പിക്കുന്നതോടെയാണ് ചടങ്ങ് പൂർത്തിയാകുന്നത്. ആനകളെ എഴുന്നള്ളിക്കാതെ ശാന്തിക്കാർ തന്നെ നേരിട്ട് തിടമ്പേന്തി നടത്തുന്ന ശീവേലിയെ ആനയില്ല ശീവേലി എന്ന് വിളിക്കുന്നു. ഗുരുവായൂർ പോലുള്ള ക്ഷേത്രങ്ങളിൽ ഈ ചടങ്ങ് വളരെ പ്രസിദ്ധമാണ്. ദൈവം തൻ്റെ ഭൂതഗണങ്ങൾക്ക് നേരിട്ട് അന്നം നൽകുന്നു എന്നാണ് ഈ ചടങ്ങിൻ്റെ സങ്കല്പം. ഭഗവാൻ ബാഹ്യമായ ആഡംബരങ്ങളില്ല, ഭക്തൻ്റെ ഹൃദയശുദ്ധിയിലാണ് വസിക്കുന്നത് എന്ന തത്വം ഇത് ഓർമ്മിപ്പിക്കുന്നു.